പെരുങ്കുളത്തൂർ അപ്പന് പ്രണാമം. നമ്മളെ അമ്പലത്തിൻ്റെ തൈലാദിവാസം പ്രമാണിച്ച് രണ്ടാം ഘട്ടത്തിൻ്റെ കൊടിമരത്തിൻ്റെ ഇത് 29-ാം തീയതി കാലത്തെ 8 മണിക്കാണ് ചടങ്ങ് തുടങ്ങുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വലിയ അമ്പലത്തിൻ്റെ തറക്കല്ലും കൂടെ ഇടയാണ്. ബാക്കി കാര്യങ്ങൾ ഇവിടെ നമ്മുടെ പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരം പ്രതിഷ്ഠിക്കുന്നത്. കൊടിമരം സ്ഥാപിക്കുകയല്ല, പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അത് എടുത്തു പറയേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ തന്ത്രശാസ്ത്ര വിധി പ്രകാരമുള്ള ഒരു ധ്വജപ്രതിഷ്ഠയാണ് ക്ഷേത്രത്തില് സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്ത്രശാസ്ത്ര വിധി പ്രകാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് തച്ചുശാസ്ത്രത്തിന്റെ മേഖലയുണ്ട്, താന്ത്രിക വിധി പ്രകാരമുള്ള തൈലാദിവാസം പോലുള്ള കർമ്മങ്ങളുണ്ട്. ഇവയെല്ലാം കൂടെ, അതായത് തച്ചുശാസ്ത്രത്തിന്റെ കൊത്തുപണികളും അതിന്റെ അളവുകളും കൃത്യതയും അതുപോലെ തന്നെ താന്ത്രിക വിദ്യയും സമഞ്ജസമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിപ്പോ 2ാമത്തെ ഘട്ടമായിട്ടുള്ള തൈലാദിവാസം എന്ന് പറയുന്ന ചടങ്ങിലേക്കാണ് പോകുന്നത്. തൈലാദിവാസം എന്ന് പറയുന്നത് ഈ നിർജീവ വസ്തുവായിട്ടുള്ള ഒരു തേക്ക് തടിയെ ജീവസുറ്റതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഈ കൊടിമരത്തിലേക്ക് ദേവതാ ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുന്ന ഒരു വളരെ ബൃഹത്തായിട്ടുള്ള പൂജാ പദ്ധതിയാണ് ഈ തൈലാദിവാസം ക്രിയകൾ എന്ന് പറയുന്നത്. നമ്മുടെ ക്ഷേത്രതന്ത്രിയായിട്ടുള്ള തിരുവല്ല കുഴിക്കാട്ടില്ലത്തെ ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ തൈലാദിവാസ ക്രിയകൾ നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച 8:43 ആരംഭിക്കുന്ന തൈലാദിവാസ ക്രിയകള് 9:30 വരെ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വേണ്ടി ശുദ്ധമായ എള്ളെണ്ണയിലാണ് നമ്മൾ ഈ തൈലാദിവാസ ക്രിയകൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ എള്ളെണ്ണ ശുദ്ധമായി തന്നെ കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ എള്ള് വാങ്ങി ഉണക്കി അതിനെ അരച്ച് അതിൽ നിന്ന് എള്ളെണ്ണ എടുത്തിട്ട് അതില് 41 പരം ആയുർവേദ മരുന്നുകൾ കൂട്ടി യോജിപ്പിച്ച് അതിനെ തൈലമാക്കി കാച്ചി അരിച്ചെടുത്ത ആ തൈലമാണ് നമ്മൾ തൈലാദിവാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കലശങ്ങളിൽ പകർന്നിട്ട് താന്ത്രിക പരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം അത് ഒരു എണ്ണത്തോണിയിൽ ഒഴിച്ചതിന് ശേഷം ഈ തേക്ക് തടി അതിൽ ആമഗ്നമാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തൈലാദിവാസ ക്രിയ എന്ന് പറയുന്നത്. അപ്പോ ഈ ദേവതാ ചൈതന്യം തേക്ക് തടിയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ തൈലാദിവാസ ക്രിയയിലൂടെ പൂർണ്ണമാകുന്നത്. ഈ എണ്ണത്തോണിയിൽ തൈലാദിവാസ ക്രിയയ്ക്ക് വിധേയമായ ഈ തേക്ക് തടി എണ്ണത്തോണിയിൽ ഉണ്ടാകും. അതിനുശേഷമാണ് ക്രമാനുഗതമായി മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സാറ് പറഞ്ഞതുപോലെ വലിയമ്പലത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും അന്ന് തന്നെ നടക്കുന്നുണ്ട്. അത് തൃശൂർ ശ്രീ ശങ്കര നടുവിൽ മഠം ആശ്രമത്തിലെ സ്വാമിജി പുഷ്പാഞ്ജലി സ്വാമികൾ എന്ന നാമധേയത്തിൽ പ്രശസ്തനായ പൂജനീയ സ്വാമിജിയാണ്. അച്യുത ഭാരതി സ്വാമിയാരാണ് ഈ ശിലാസ്ഥാപനത്തിന്റെ കർമ്മം നിർവഹിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഈ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ കൊടിമരത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ പല അമ്പലങ്ങളിലും സാധാരണഗതിയിൽ കൊടിമരം സ്ഥാപിക്കുന്നത് കോൺക്രീറ്റിലാണ്. അതിന് പുറത്ത് ചെമ്പോല കൊണ്ട് പൊതിഞ്ഞ് അതിനെ ഉത്സവാദി കർമ്മങ്ങൾക്ക് കൊടി ഉയർത്താനുള്ള ഒരു ഉപാധിയായി മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പെരുങ്കുളത്തൂർ അമ്പലത്തിലെ ഈ ധ്വജത്തിനുള്ള ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, താന്ത്രിക വിധി പ്രകാരം തന്ത്രശാസ്ത്രത്തിൽ എന്താണോ പ്രസ്താവിച്ചിട്ടുള്ളത് അതിനെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് പെരുങ്കുളത്തൂർ അമ്പലത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് ഏകദേശം 1 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ തച്ചുശാസ്ത്രത്തിന്റെ കൊത്തുപണികളും അതിന്റെ അലങ്കാരപ്പണികളും അതുപോലെ
താന്ത്രിക വിദ്യയുടെ പിന്നെ ഭാഗത്ത് നിന്നുള്ള താന്ത്രിക ക്രിയകളും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പെരുങ്കുളത്തൂർ അമ്പലത്തിലെ കൊടിമരം സ്ഥാപിക്കുന്നത്. അത് കൊടിമരം സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ അനുചിതമായിരിക്കും. കാരണം പ്രതിഷ്ഠിക്കുകയാണ്. കേവലം ഒരു നിർജീവ വസ്തുവിനെ അവിടെ ഒരു സ്തംഭമായി നിർത്തുകയല്ല ചെയ്യുന്നത്. പകരം ജീവസ്സുള്ള ദേവതാ ചൈതന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മൾ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. വളരെയധികം പിന്നെ എന്താ പറയുന്നത്, സാമ്പത്തിക ചെലവ് വരുന്നത്, ഒരുപാട് ആൾക്കാരുടെ അധ്വാനം വേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ ധ്വജം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അപ്പോ അതുകൂടി എടുത്തു പറയേണ്ടതായിട്ട് വരും. ഇത് ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർക്ക്, ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക്, സമീപവാസികൾ, ദേശവാസികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഒരു മനുഷ്യായുസിൽ ചിലപ്പോ 1-2 പ്രാവശ്യം മാത്രം നമുക്ക് പങ്കുചേരാൻ, ഭാഗവാക്കാകാൻ അവസരം ലഭിക്കുന്ന ഒരു മുഹൂർത്തമാണ് 29-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ പെരുങ്കുളത്തൂർ ദേശത്ത് സംഭവിക്കാൻ പോകുന്നത്.